എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. 25-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമരിയക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ആര്? പത്രോസും യോഹന്നാനും. അപ്പോൾ സുവിശേഷം ഈ വലിയ അപ്പോസ്തലന്മാരായി കഴിഞ്ഞപ്പോഴും ഇവര് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? 25-ാമത്തെ വാക്യം നമ്മൾ കണ്ടത്, ശമരിയക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. നമ്മുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ? ഇച്ചിരി ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രാമങ്ങളിലൊന്നും പോകത്തില്ല. പിന്നെ വലിയ ക്രൂസൈഡ് വേണം. എത്ര പേര് വരും മീറ്റിങ്ങിന്? അതൊക്കെ അറിഞ്ഞിട്ടേ പ്രസംഗിക്കത്തുള്ളൂ, ഇല്ലേ? പത്രോസും യോഹന്നാനും വലിയ അപ്പോസ്തലന്മാരൊക്കെ അവരെ ഫിലിപ്പോസിനെ കണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴത്തേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഗ്രാമങ്ങളിലെല്ലാം പരസ്യം നടത്തിപ്പോയി. അതാണ് അപ്പോസ്തോലിക പാരമ്പര്യം. അല്ലാതെ വലിയ ആള് കളിക്കുന്നതോ മഹത്വം കാണിക്കുന്നതോ ഒന്നുമല്ല അപ്പോസ്തോലിക പാരമ്പര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 26-ാമത്തെ വാക്യം മുതൽ അറിയാമല്ലോ, എത്യോപ്യയിലെ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല മണ്ഡലത്തിൽ മേൽവിചാരങ്ങളുമായ ഒരു എത്യോപ്യനെ കണ്ടു. നമുക്കറിയാമല്ലോ, ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് 26-ാമത്തെ വാക്യത്തിൽ യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അപ്പോൾ ആത്മനിയന്ത്രിതനായ ഫിലിപ്പോസ്, ആത്മാവ് പറയുന്ന വാക്കുകൾ അവൻ കേട്ടു. അവനോട് അവിടെ പോകാൻ പറഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും. എവിടെ ആ കർത്താവെന്നൊന്നും ഇവൻ ചോദിക്കുന്ന പോലും ഇല്ല. നിർജ്ജന ദേശത്തേക്ക്, അവിടെ ആളുകളൊന്നും ഇല്ലല്ലോ കർത്താവെ, അതൊന്നും ഇല്ല. കർത്താവ് നിന്നോട് പറയുന്ന കാര്യം അങ്ങ് ചെയ്താൽ മതി. ഒരു മനുഷ്യനും ഇല്ലാത്തടത്ത് പോകാൻ പറഞ്ഞാലും പോക്കോണം. ദൈവം അവിടെ ഒരാളെ നീ അവിടെ ചെന്ന ഒരാളെ എങ്കിലും നേടാൻ ഉണ്ടായിരിക്കും. ഇതൊന്നും കണ്ടിട്ടല്ല. പലപ്പോഴും അതാണ് വിശ്വാസത്തിന്റെ യാത്ര എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് ഫെയ്ത്ത്. അബ്രഹാമിനെ വിളിച്ചപ്പോഴും അവൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. അതാണ് അപ്പോസ്തോലിക പാരമ്പര്യം. അല്ലെങ്കിൽ പുറകോട്ട് പോയ അബ്രഹാമിന്റെ പാരമ്പര്യം പോലും കർത്താവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഷണ്ണനെ കണ്ടു. സംഭവം നമുക്കറിയാമല്ലോ. മതി, ഒറ്റ ഒരാളെ ഉള്ളൂ. പക്ഷെ സുവിശേഷം അന്നേരം തൊട്ട് എത്യോപ്യയിലേക്ക് വ്യാപിച്ചു. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാക്കണം. നമ്മള് വലിയ ആൾക്കൂട്ടത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തണമെന്നും നിർബന്ധമൊന്നുമില്ല. ഒരാൾ മാനസാന്തരപ്പെട്ടാൽ മതി. ചിലപ്പോൾ കർത്താവ് അവനിലൂടെ ആയിരിക്കും എത്യോപ്യയിലേക്ക് സുവിശേഷം അറിയിക്കാനായിട്ട്. ഇന്നും എത്യോപ്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. ഓർത്തഡോക്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞതെന്നറിയാമോ? അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം നമുക്കറിയാം, വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം വായിച്ചപ്പോൾ ആത്മാവ് പറഞ്ഞു, നീ ഒരു കാര്യം, അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ തേരിനോട് ചേർന്ന് കിടക്കുക. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കണ്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവെന്ന് ചോദിച്ചു. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും എന്നവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തുകൾ അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാളിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും. ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ? അപ്പോൾ ഇവിടെയും സംഭവിക്കുന്ന എന്താണ്? ഇവൻ വായിക്കുന്ന പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഫിലിപ്പോസ് എന്ത് ചെയ്തു? ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അപ്പൊ പഴയ നിയമത്തിലെ വേദഭാഗത്തിൽ നിന്ന് ചിലർ പറയുന്ന പഴയ നിയമമേ വേണ്ടെന്നാ. പഴയ നിയമം വേണ്ടായിരുന്നെങ്കിൽ എത്യോപ്യയിലെ ഷണ്ണൻ ഇന്നും അവന്റെ അങ്ങനെ തന്നെ ജീവിച്ചേനെ, ഇല്ലേ? ആ പഴയ നിയമത്തിലൂടെ കർത്താവ് അവനോട് സംസാരിച്ചു. അപ്പൊ പഴയ നിയമം നമ്മൾ വായിക്കുന്നത് എന്തിനാണ്? ആ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അങ്ങനെ പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടു. ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. സ്നാനത്തെക്കുറിച്ച് പറഞ്ഞൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, സുവിശേഷം അറിയിച്ചെന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ സുവിശേഷം അറിയിച്ചാൽ അതിനകത്ത് എന്തുകൊണ്ട്? സ്നാനവും ഉണ്ട്, ഇല്ലേ? ചിലർ പറയും, ബ്രദറെ സുവിശേഷം പ്രസംഗിച്ചാൽ മതി, സ്നാനത്തെക്കുറിച്ച് പറയേണ്ടതാണ്, അല്ലേ? സുവിശേഷം അറിയിച്ചാൽ മതി, സ്നാനത്തെക്കുറിച്ച് പറയേണ്ടത്. ഇവിടെ ഷണ്ണനോട് സുവിശേഷം അറിയിച്ചപ്പോൾ അവൻ എന്തു പറഞ്ഞു? എനിക്ക് സ്നാനമേൽക്കണം. അവൻ സ്നാനമേറ്റ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അവൻ പറയുന്നതാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അല്ലാതെ കാണുന്നവനെയും പോകുന്നവനെയും എല്ലാം പിടിച്ചു മുക്കാനല്ല, ഇല്ലേ? എങ്ങനെയുള്ളവർ മതി? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവൻ. അല്ലാതെ
എനിക്കും അത് തോന്നുന്നു, കൺവിക്ഷൻ ഇല്ലാത്ത ഒരുത്തനെ മുക്കരുത്. ആളെ കൂട്ടാനോ എന്താണെന്നറിയാതെ സ്നാനപ്പെടുത്താനോ. ചിലപ്പോഴും ഞാൻ തന്നെ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, പല ആളുകൾക്കും സ്നാനം എന്താണെന്നുള്ളത് അറിയില്ല. അറിയാതെ സ്നാനപ്പെടുന്ന ആളുകളുണ്ട്. ഞാനതുകൊണ്ട് സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്ന പിള്ളേരെ പോലും എപ്പോഴും സംസാരിക്കും അവരോട്, നിങ്ങളിത് മനസ്സിലാക്കിയിട്ടാണോ സ്നാനം ഏൽക്കുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ പിള്ളേർ മാത്രമല്ല, വലിയവർക്കും പലർക്കും അറിയത്തില്ല. സ്നാനപ്പെട്ടവർക്കും അറിയത്തില്ല എന്തിനാണ് സ്നാനപ്പെട്ടെന്ന്. സ്നാനത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ടീച്ചിങ് നമുക്ക് അനിവാര്യമാണ്. അല്ലാതെ പോയി സ്നാനപ്പെട്ടിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് മാത്രം എല്ലാം ആയിന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എന്താണത് അതിൻ്റെ അർത്ഥമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി. നോർത്ത് ഇന്ത്യയിൽ ചില ആളുകളെങ്കിലും സ്നാനപ്പെടുന്നത് പാപമോചനത്തിനാണെന്ന് അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്. പാപമോചനത്തിന് ഗംഗാനദിയിൽ മുങ്ങുന്നതിന് പകരം മുങ്ങുന്ന ഒത്തിരി പേരുണ്ട് അവിടെ. ഐ എം നോട്ട് ജോക്കിംഗ്. ഞാൻ പലരോട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡിഫറൻസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവായിട്ട് യേശുക്രിസ്തു, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയിൽ ഏറ്റവും ആധികാരികമായി പഠിപ്പിക്കേണ്ട കാര്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കാര്യം ഇവിടുത്തെ ഇഷ്ടം പോലെ ദൈവങ്ങളുള്ള നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും വളരെ ഈസിയാണ് യേശുവിനെ കൂടെ ഒരു ദൈവമാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് സുവിശേഷം പറയുമ്പോൾ എക്സ്ക്ലൂസീവായിട്ട് യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള കാര്യം വിശദമായി അവരെ പഠിപ്പിച്ചിട്ട് ബാപ്റ്റിസം കൊടുക്കാവൂ. അല്ലെങ്കിൽ ഞാൻ ഇന്നലത്തെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ കാല് വളഞ്ഞിരുന്നത് നേരെയായി, അവൻ പക്ഷെ ഇപ്പോഴും പോകുന്നത് ഗുരുദ്വാരയിലാ. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് നടന്ന സംഭവം. അതുകൊണ്ട് ഈ എക്സ്ക്ലൂസിവിസം അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷളൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. അപ്പം സ്നാനമേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് സന്തോഷമായി. ആ സന്തോഷം എന്താ? പൈസ കിട്ടിയതല്ല, അവന് പൈസ വേണ്ട, അവൻ രാജ്ഞിയുടെ മിനിസ്റ്ററാണ്. സന്തോഷത്തോടുകൂടെ. പ്രിയമുള്ളവരെ, ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ലഭിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭൗതിക നന്മകളിൽ അവർക്ക് ലഭിക്കുന്ന സന്തോഷം അല്ല. പ്രത്യുത അവർക്ക് കർത്താവിനെ കിട്ടി. കർത്താവ് അവരുടെ കൂടെ ജീവിക്കും. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ശൗലിന്റെ മാനസാന്തരമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ അവന് എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് പോവുകയാണ്. പിടിച്ചു കെട്ടി തിരിച്ച് യെരുശലേമിൽ കൊണ്ടുപോയി ശിക്ഷിക്കാനായിട്ടൊക്കെ പോകുന്ന കൂട്ടത്തിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് ഇടപെടുകയാണ്. അവന് ഒരു ദർശനമുണ്ടാകുന്നു. അവിടെ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, ശൗലേ ശൗലേ, അതിനു മുമ്പേ തന്നെ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ശൗലിന്റെ ജീവിതകാലത്ത് അവൻ യേശുവിനെ കണ്ടതായിട്ട് ചരിത്രമില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയിലെ ആളുകൾ പൗലോസിനെ അപ്പോസ്തലനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ഒരു ചില പ്രയാസം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യം എന്നറിയാമോ? പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കും, ഞാൻ അപ്പോസ്തലനല്ലയോ? ഞാൻ നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലയോ? മറ്റുള്ളവരൊക്കെ ശരീരത്തിലിരിക്കുന്ന യേശുവിനെ കണ്ടെങ്കിൽ ഞാൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ ആത്മാവാകുന്ന ക്രിസ്തുവിനെ കണ്ടവനാണ് എന്ന് പറയുന്ന ഒരു അനുഭവം. ആത്മാവാകുന്ന ക്രിസ്തുവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ എന്നർത്ഥത്തിലാണ്. അല്ലാതെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ അതൊന്നും സിൻക്രറ്റിസം ഒന്നും അല്ല പറയുന്നത്. ഐ ഹാവ് സീൻ ജീസസ്. പത്രോസിനോട് അവൻ ഇടപെട്ട് പറയാണ്, പൗലോസിനോട് വന്നിട്ട് പറയാണ്, ശൗലേ ശൗലേ നീ എന്നെ. അപ്പോൾ യേശുവിനെ അവൻ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ സ്തേഫാനോസിനെയോ ശിഷ്യന്മാരെയോ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നീ ഉപദ്രവിക്കുന്നത് ആരെയാണ്? നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. എന്നിട്ട് അവനോട് ഇടപെടുമ്പോൾ നമ്മൾ താഴോട്ട് പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അനന്യാസിനോട് പറഞ്ഞു, നീ ചെല്ലണം. എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ 15-ാമത്തെ കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം ആകുന്നു. പൗലോസിന്റെ കോളിംഗ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ, എന്റെ നാമം വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഒരു വലിയ കോളിംഗ് ആണ്, ഭയങ്കര കോളിംഗ് ആണ്.
പക്ഷെ അടുത്ത വാക്യം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത്. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. സാധാരണ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? പൗലോസിനെ ഞാൻ വിളിച്ചു, അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഇത്രയും വലിയ ആളൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു സ്ഥാനത്ത് നിന്നെ ഞാൻ മാനിക്കും, നിനക്ക് ഞാൻ വലിയ അവസ്ഥകളെ തരും, നീ അനേക രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ എല്ലാ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ചെല്ലുന്നിടത്തൊക്കെ എന്തോ കഷ്ടം അനുഭവിക്കുമെന്നാ ഇറങ്ങിയപ്പോഴേ പറഞ്ഞത്. എന്താണെന്നറിയാമോ? എന്തോ കഷ്ടം അനുഭവിക്കുമെന്നാ. ഇവിടെ ഇപ്പം നമ്മൾ ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല ഈ ഒരു കാര്യം. കർത്താവിന്റെ ഈ ഒരു സ്വഭാവം നമുക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. കാര്യം ഇവിടെ എല്ലാവരും പറയുന്നത് യേശുവിനെ പിൻപറ്റിയാൽ നിനക്ക് എന്തൊക്കെ കിട്ടുമെന്നാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, എന്റെ പിന്നാലെ വന്നാൽ നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെടും, എന്തൊക്കെ കഷ്ടങ്ങൾ ഉണ്ടാകും. അങ്ങനെ പൗലോസ് മാനസാന്തരപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് അവനെ വിളിച്ചതെന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം 19-ാമത്തെ വാക്യത്തിൽ അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. അപ്പൊ ഇത് പറയുന്നവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ വന്നവനാണ് ഇപ്പൊ പ്രസംഗിക്കുന്നത്. യേശു തന്നെ ദൈവപുത്രൻ. കേട്ടവരെല്ലാം വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇനിയും അവരെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകാനല്ലേ ഇവൻ വന്നത്? ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ഇതാണ് കർത്താവിന്റെ പദ്ധതി. യേശുക്രിസ്തുവിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, അവന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ഏറ്റവും പ്രബലനായ ശത്രുവായിരുന്ന ശൗലിനെ ഇപ്പോൾ യേശുവിന്റെ ദൈവത്വത്തിന്റെ സാക്ഷിയാക്കുവാൻ ദൈവം ഇടപെട്ടപ്പോൾ, അതാണ് സുവിശേഷ വിരോധികളെ സുവിശേഷ സ്നേഹികളാക്കുന്ന, അതാണ് കർത്താവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത. വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന, തല്ലുകയും അടിക്കുകയും ഉപദേശിമാരെ തല്ലിക്കൊണ്ടിരുന്നവൻ ഇപ്പോൾ ഉപദേശിയായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് അതിനകത്തെ പ്രത്യേകത. അങ്ങനെയുള്ള കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലാൻ, അപ്പം കണ്ടോ, കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചെന്ന്. ഇത് പ്രതീക്ഷിച്ചാൽ മതി. സത്യസുവിശേഷം പ്രസംഗിച്ചാൽ പൗലോസ് ആണെങ്കിലും അവർ കൊല്ലാൻ നോക്കും. എത്ര വലിയ ആളാന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് പിശാചിന്റെ ഒരു വലിയൊരു തന്ത്രമാണ്. അവിടെ വെച്ച് ശൗൽ അവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞു. അവനെ കൊല്ലുവാൻ അവർ രാവും പകലും നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു. അതിനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ ഓടിപ്പോയെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുമായിരിക്കും. ചിലപ്പോൾ ഇതുപോലുള്ള പ്രതിസന്ധികളും മറ്റും ഒക്കെ ഉണ്ടാകുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു പട്ടണത്തിൽ ഉപദ്രവം ഉണ്ടാകുകയാണെങ്കിൽ ആ പട്ടണം വിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് ഓടിപ്പോവുക. അത് പേടി കൊണ്ടൊന്നുമല്ല. കർത്താവിന് ഇവനെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിർവഹിക്കാനായിട്ട് കർത്താവ് അത് അനുവദിച്ചെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്നാൽ അവൻ യെരുശലേമിൽ ചെന്നപ്പോഴത്തേക്ക്, അതായത് അവൻ യെരുശലേമിലെത്തി, അത് ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. നോക്ക്, ദമസ്കോസിലുള്ളവർ പിന്നെ സഹിച്ചു, യെരുശലേമിലുള്ളവർ സഹിച്ചിട്ടും തന്നെയല്ല, ശിഷ്യന്മാരോടുകൂടെ ചേരാൻ തുടങ്ങിയിട്ട് അവർക്ക് പേടിയായിപ്പോയി, ഇല്ലേ? അപ്പോൾ ബർന്നബാസ് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ഒരു പുതിയ ആളെ നമ്മൾ പരിചയപ്പെടുകയാണ്, ബർന്നബാസ്. ദൈവസഭയിലും ഇന്നും അത്യാവശ്യമുള്ള ശുശ്രൂഷയാണ് ബർന്നബാസിന്റെ ശുശ്രൂഷ. പൗലോസിനെ അംഗീകരിക്കാൻ ശിഷ്യന്മാർ തയ്യാറാകാതെ വന്നപ്പോൾ ബർന്നബാസ് വന്നിട്ട് പറഞ്ഞു, അങ്ങനല്ല. അപ്പോൾ ബർന്നബാസിന്റെ മിനിസ്ട്രി വളരെ അത്യാവശ്യമാണ്. ആ ബർന്നബാസ് ഇവരുടെ അടുത്ത് എന്ന് ശൗലിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് ശൗലിനെ അവരുമായിട്ട് യോജിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പൗലോസ് ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പൊ ശരിക്കും യേശു കർത്താവ് അവനെ വീണ്ടെടുത്തു, വിടുവിച്ചു, എല്ലാം ശരിയാണെങ്കിലും അവന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പിന്നിൽ അവന് താങ്ങായി തണലായി നിന്ന് അവനെ കൊണ്ടുവന്ന ആൾ ആരാണ്? ബർന്നബാസാണ്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബർന്നബാസിന്റെ മോളിലായി പൗലോസ്. ബർന്നബാസിനൊരു പ്രയാസവും ഇല്ല. ചിലപ്പോൾ നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നവൻ നമ്മളെയൊക്കെ ഒത്തിരി അങ്ങ് കയറിപ്പോകുന്നത് കാണുമ്പം വളരെ സന്തോഷിക്കണം. കർത്താവേ, ഞാൻ മുഖേന വന്ന ആളാണല്ലോ. നമ്മൾ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ആളായിരിക്കും, പക്ഷേ അവൻ ഇന്റർനാഷണൽ ഫിഗറായി വളരുമ്പോഴും നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വലിയ ശുശ്രൂഷയാണ്. എന്താ? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഒടുവിൽ ആ ബർന്നബാസ് മിനിസ്ട്രി ഇന്ന് വാസ്തവത്തിൽ ഇല്ലാതെ പോയിരിക്കുകയാണ്. പിന്നീട് നമ്മൾ
ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ്, അതിനിടയ്ക്ക് 9-ാമത്തെ അധ്യായത്തിൽ തബീതായെ ഉയർപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ അത് ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മൾ വരുന്നുണ്ട്. എന്നാൽ 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ മറ്റൊരു കാര്യം കൂടെ, അതായത് അതിന്റെ ആ കീ പോയിന്റ്സ് മാത്രമേ പറയുന്നത്. കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം, കൊർന്നല്യോസ് ഹി വാസ് നോട്ട് എ ജ്യൂ, അവൻ ഒരു യഹൂദൻ അല്ലായിരുന്നു. ഇതുവരെയും ഇവരുടെ ശുശ്രൂഷകളൊക്കെ നടന്നത് ആരുടെ ഇടയിലാണെന്നറിയാമോ? യഹൂദന്മാരുടെ ഇടയിൽ. അവര് ശമരിയായി പോയാലും എവിടെ പോയാലും, യെരുശലേമിൽ വിട്ട് എവിടെ പോയാലും, യെരുശലേമിൽ പോയാലും, ശമരിയായി പോയാലും, യഹൂദിയയിൽ പോയാലും, എവിടെ പോയാലും എല്ലാം യഹൂദന്മാരുടെ ഇടയിലാണ് ഇവരുടെ ശുശ്രൂഷയെല്ലാം നടന്നത്. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്ക് യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവെ പോലെ ആരും ഇല്ല, എന്റെ പ്രിയനെ പോലാരും ഇല്ല. യേശുവെ പോലെ ആരും ഇല്ല, എന്റെ പ്രിയനെ പോലാരും ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം.